ഹലോ എവരി വൺ, വെൽക്കം ടു എച്ച്യുപോഡ്. എല്ലാവർക്കും മക്കളെ എച്ച്യുപോഡിൻ്റെ SSLC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യെസ്, നിങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ മോഡൽ എക്സാം ഇനി നടക്കാൻ മണിക്കൂറുകൾ മാത്രം. ആ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ SSLCൻ്റെ മോഡൽ എക്സാമിന് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് എന്താ ടൈം കാൽക്കുലേഷൻ അഥവാ സമയനിർണ്ണയവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഇതൊരു ക്വസ്റ്റൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ മക്കളെ നിങ്ങളുടെ മോഡൽ എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടൈം കാൽക്കുലേഷൻ അഥവാ സമയനിർണ്ണയം നമ്മൾ ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ ഭൂമി 1 ഡിഗ്രി കറങ്ങാനെടുക്കുന്ന സമയം എത്രയാണ്? 4 മിനിറ്റാണ്. ഭൂമി 1 ഡിഗ്രി കറങ്ങാനെടുക്കുന്ന സമയം എത്രയാണ്? 4 മിനിറ്റാണ്. വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്തോറും സമയം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഈസ്റ്റ് അഥവാ കിഴക്ക് ഭാഗത്തേക്ക് പോകുന്തോറും സമയം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ, 1 ഡിഗ്രി കറങ്ങാനെടുക്കുന്ന സമയം എത്രയാണ്? 4 മിനിറ്റാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്തോറും സമയം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഈസ്റ്റ് അഥവാ കിഴക്ക് ഭാഗത്തേക്ക് പോകുന്തോറും സമയം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 ഡിഗ്രി കറങ്ങാൻ ഭൂമി എടുക്കുന്ന സമയം 4 മിനിറ്റ്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്തോറും സമയം എന്ത് ചെയ്യുന്നു? കുറയുന്നു. കിഴക്ക് ഭാഗത്തേക്ക് പോകുന്തോറും സമയം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ, ആദ്യം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഇഫ് ദ ടൈം അറ്റ് ഗ്രീൻവിച്ച് ഈസ് 9 AM ദെൻ കാൽക്കുലേറ്റ് ദ ടൈം അറ്റ് എവിടെയാണ്? അത് ഗ്രീൻവിച്ചിലെ സമയം രാവിലെ 9 ആണെങ്കിൽ താഴെ പറയുന്ന രേഖാംശങ്ങളിൽ സമയം കണക്കാക്കുക. എവിടത്തേക്കാണ്? 90 ഡിഗ്രി ഈസ്റ്റിലെയും 45 ഡിഗ്രി വെസ്റ്റിലെയും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ടൈം കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച മക്കളെ, ഒന്നാമത് നോക്കിക്കോ. അതായത് ഇഫ് ദ ടൈം അറ്റ് ഗ്രീൻവിച്ച് ഈസ് 9 AM. ശ്രദ്ധിക്കണേ, ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? 0 ഡിഗ്രിയാണ് ഗ്രീൻവിച്ചിലെ നമ്മൾ പഠിച്ചതാണ്. ശ്രദ്ധിക്കുക, എത്രയാണ് ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി? 0 ഡിഗ്രിയാണ് അല്ലേ. 0 ഡിഗ്രിയിലെ സമയമാണ് എത്ര? 9 AM. നമ്മൾ പഠിച്ചാണ് ഗ്രീൻവിച്ച് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, വേൾഡ് വൈഡ് ആയിട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലൈനാണ് ഇത് ഗ്രീൻവിച്ച് ലൈൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രീൻവിച്ച് ലൈനെ പ്രൈം മെറിഡിയൻ എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഗ്രീൻവിച്ചിലെ ടൈം എത്രയാണ്? 9 AM ആണ്. ഗ്രീൻവിച്ചിലെ ടൈം എത്രയാണ്? 9 AM ആണ്. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, ഇഫ് ദ ടൈം അറ്റ് ഗ്രീൻവിച്ച് ഈസ് 9 AM ദെൻ കാൽക്കുലേറ്റ് ദ ടൈം അറ്റ് 90 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് 45 ഡിഗ്രി വെസ്റ്റ് എന്നാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നു, 90 ഡിഗ്രി ഈസ്റ്റ് അഥവാ 90 ഡിഗ്രി കിഴക്കിലെയും 45 ഡിഗ്രി വെസ്റ്റ് 45 ഡിഗ്രി പടിഞ്ഞാറിലെയും സമയം നമ്മൾ എന്ത് ചെയ്യാൻ കണക്കാക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ പരിപാടി എന്താ, ഈ 0 ഡിഗ്രിയും 90 ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം അല്ലേ. നമുക്ക് എന്താണ്, 1 ഡിഗ്രിയിലെ ടൈം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ശ്രദ്ധിക്കണേ, 1 ഡിഗ്രിയിലെ ടൈം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് ചെയ്യുന്നു, 1 ഡിഗ്രിയിലെ ടൈം കാണാനും പറയുന്നു. ശ്രദ്ധിക്കണം, 1 ഡിഗ്രിയിലെ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് ചെയ്യുന്നു, 1 ഡിഗ്രിയിലെ ടൈം നമ്മളോട് കാണാനും പറയുന്നുണ്ട് അല്ലേ. 1 ഡിഗ്രിയിലെ ടൈം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട് അല്ലേ. അതായത് 0 ഡിഗ്രിയിലെ ടൈം എത്രയാണ്? 9 AM ആണ്. നമ്മളോട് 90 ഡിഗ്രിയിലെ ടൈം കാണാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ, ഈ 0-90 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 0-90 തമ്മിലുള്ള വ്യത്യാസം 90 തന്നെയാണ് അല്ലേ. ശ്രദ്ധിക്കണം, 0-90 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 90 തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളോട് എന്ത് ചെയ്യും, 1 ഡിഗ്രി ടൈം എപ്പോഴും 0 ഡിഗ്രി എപ്പോഴും ഗ്രീൻവിച്ച് ഡിഗ്രിയിലെ ടൈം തന്നെ തരണമെന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, വേറെ ഡിഗ്രി തരാം. ഈ 0ക്ക് പകരം എത്രയാണ്? ശ്രദ്ധിച്ചോ, ഈ 0ക്ക് പകരം 30 ഡിഗ്രി ടൈം തന്നു. 30 ഡിഗ്രി ടൈം 9 AM തന്നു. നിങ്ങളോട് എത്രയാണ്? 90 ഡിഗ്രി ടൈമാണ് നിങ്ങളോട് കാണാൻ പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, 30 9 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 60. അങ്ങനെ നമ്മൾ വ്യത്യാസം കാണാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, നിങ്ങൾക്ക് 1 ഡിഗ്രിയിലെ ടൈം തരില്ല. ഇവിടെ തന്ന എത്രയാടാ? ഗ്രീൻവിച്ചിലെ ടൈമാണ് തന്നത്. ഈ ഗ്രീൻവിച്ചിന് പകരം 10 ഡിഗ്രി തരാം, 20 ഡിഗ്രി തരാം, 30 ഡിഗ്രി തരാം, 40 50 60 അങ്ങനെ ഏത് ഡിഗ്രിയും തരാം. ആ ഡിഗ്രിയിലെ ടൈം തരും. അപ്പോൾ ഏതെങ്കിലും ഡിഗ്രിയിലെ ടൈം നിങ്ങൾക്ക് തരും. അടുത്ത സ്റ്റെപ്പ് എന്താ, നിങ്ങൾക്ക് ടൈം തന്ന ലോഞ്ചിറ്റ്യൂഡ് രേഖാംശവും നിങ്ങൾക്ക് ടൈം കാണേണ്ട ലോഞ്ചിറ്റ്യൂഡ് രേഖാംശം തമ്മിലുള്ള വ്യത്യാസം നോക്കുക. അപ്പോൾ എത്രയാണ് വ്യത്യാസം? 90 ആണ്. എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ 4 കൊണ്ട് ഗുണിക്കുന്നു. എന്താ 4 കൊണ്ട് ഗുണിക്കാൻ കാരണം, 1 ഡിഗ്രി കറങ്ങാൻ ഭൂമി എടുക്കുന്ന സമയം എത്രയാണ്? 4 മിനിറ്റ്. അപ്പോൾ 90 ഡിഗ്രി കറങ്ങാൻ ഭൂമി എത്ര സമയം എടുക്കും? 90 × 4 എത്രയാണ്? 360 മിനിറ്റാണ്. ഈ 360 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, മണിക്കൂറിലേക്ക് മാറ്റണം. 360 മണിക്കൂറിലേക്ക് മാറ്റി നമ്മൾ എന്താ ചെയ്യുക, 60 കൊണ്ട് ഹരിക്കില്ലേ. 360 60 കൊണ്ട് ഹരിച്ചാൽ എത്രയാടാ? 6 എന്ന് കിട്ടും അല്ലേ. 360 60 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, നമ്മൾ ഈ ഈസ്റ്റിലെ കിഴക്ക് ഭാഗത്തേക്ക് എന്താണ് ടൈം കൂടുകയാണ്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് എന്താ ചെയ്യുക, ടൈം കുറയുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, കിഴക്ക് ഭാഗത്തേക്ക് എന്ത് ചെയ്യാണ്, ടൈം കൂടുകയാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെസ്റ്റ് സൈഡിലേക്ക് എന്താണ്, ടൈം കുറയുകയാണ്. അപ്പോൾ ഈസ്റ്റ് സൈഡിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രീൻവിച്ചിലെ ടൈമിനോട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രീൻവിച്ചിലെ ടൈം തന്നിട്ടുണ്ട് അല്ലേ. ഗ്രീൻവിച്ചിലെ ടൈമിനോട് നമ്മൾ ഈ 6 കൂട്ടുന്നു. അപ്പോൾ എത്ര കിട്ടി? 15. 15 എന്ന് വെച്ചാൽ എന്താ, 15 മണി എന്ന് പറഞ്ഞാൽ എന്താ, റെയിൽവേ ടൈം ആണല്ലേ. ഈ 15 മണി എന്ന് പറഞ്ഞാൽ റെയിൽവേ ടൈം എത്രയാണ്? 3 PM. അപ്പോൾ ഈസ്റ്റിലെ ടൈം എത്രയാടാ? 3 PM ആട്ടെ. ഈസ്റ്റർ ടൈം എത്രയാണ്? 3 PM ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓർത്ത് വെച്ചോ, 1 ഡിഗ്രി കറങ്ങാൻ ഭൂമി എടുക്കുന്ന സമയം എത്രയാണ്? 4 മിനിറ്റ് ആണ്. പടിഞ്ഞാറേക്ക് പോകും തോറും സമയം എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഈസ്റ്റ് അഥവാ കിഴക്കോട്ടേക്ക് പോകും തോറും ടൈം എന്ത് ചെയ്യുന്നു, കൂടുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളോട് എന്ത് ചെയ്യാണ്,
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാണ് 90 ഡിഗ്രി ഈസ്റ്റ് 90 ഡിഗ്രി കിഴക്കിലെ സമയവും 45 ഡിഗ്രി വെസ്റ്റ് 45 ഡിഗ്രി പടിഞ്ഞാറിലെ സമയവും കണക്കാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്താ നിങ്ങൾ കിഴക്കിലെ സമയം കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ടൈം തന്ന ലോഞ്ചിറ്റ്യൂഡും നിങ്ങൾക്ക് ടൈം കാണേണ്ടത് 90 അത് നമ്മൾ വ്യത്യാസം കാണുക 90 തന്നെ അത് നമ്മൾ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 360 കിട്ടും. അതെന്താണ് മിനിറ്റാണ്. ആ 360 നമ്മൾ എത്ര കൊണ്ട് ഹരിക്കണം 60 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എത്ര കിട്ടും 6 എന്ന് കിട്ടില്ല. 360 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും 6 എന്ന് കിട്ടും. അപ്പോൾ ഈസ്റ്റ് കിഴക്ക് ഭാഗത്തേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് തന്ന ടൈം ഗ്രീനിച്ച് ടൈം നമുക്ക് തന്നിട്ടുണ്ടല്ലേ ആ 9 നമ്മൾ എന്ത് ചെയ്യുന്നു കൂട്ടുന്നു. അപ്പോൾ എത്ര കിട്ടും 9+6 15 എന്ന് വെച്ചാൽ എന്താ 3 PM ആണെന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. ഇനി വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ശ്രദ്ധിക്കണം. വെസ്റ്റ് അഥവാ പടിഞ്ഞാറാണ്. പടിഞ്ഞാറിലേക്കുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു 0 ഡിഗ്രി 45 ഡിഗ്രി തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ത് ചെയ്യുന്നു കാണുന്നു. എത്ര വ്യത്യാസം 45 ആണ്. അത് എത്ര കൊണ്ട് ഗുണിക്കുന്നു 4. എത്ര കൊണ്ട് ഗുണിക്കുന്നു 4. നമുക്കറിയാം 1 ഡിഗ്രി കറങ്ങാൻ 4 മിനിറ്റ് ആണെങ്കിൽ 45 ഡിഗ്രി കറങ്ങാൻ എടുക്കുന്ന സമയം എത്രയാണ് 45 × 4 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു 0 45 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് 45 ആണ്. അതിന് എത്ര കൊണ്ട് ഗുണിക്കുന്നു മൾട്ടിപ്ലൈ വിത്ത് 4. 45 × 4 എത്രയാണ് 180 ആണ് അല്ലേ. ആ 180 നമ്മൾ എത്രയാണ് ഡിവൈഡ് ചെയ്യുന്നു 60. 180 എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്. മിനിറ്റ് നമുക്ക് എന്തിലേക്ക് മാറ്റണം ഹവേഴ്സിലേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ 180 ഡിവൈഡ് ബൈ 60 എത്രയാണ് 3 ആണ് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഗ്രീൻവിച്ച് ടൈമിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ 3 കുറയ്ക്കുന്നു. അപ്പോൾ എത്ര കിട്ടും 6 AM. കുറയ്ക്കാൻ കാരണം മക്കളെ വെസ്റ്റ് അഥവാ ഏത് സൈഡിലാടാ കിഴക്ക് ഭാഗത്താണ്. പടിഞ്ഞാറ് അഥവാ കിഴക്ക് ഭാഗത്താണ് എന്ത് കിടക്കുന്നത് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കുറയ്ക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു ടൈം കാൽക്കുലേഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഇതാ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. കിഴക്കോട്ടേക്കാവുമ്പോൾ നമ്മൾ സമയം കൂട്ടുകയാണ്. പടിഞ്ഞാറേക്കാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് സമയം കുറയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം ഓർത്ത് വെക്കണം. ഇങ്ങനെയാണ് ടൈം കാൽക്കുലേഷൻ്റെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ യെസ്. അപ്പോൾ ഈ ഒരു ഭാഗം മനസ്സിലായല്ലോ സെറ്റ് ആയല്ലോ. അപ്പോൾ മക്കളെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും ടൈം കാൽക്കുലേഷൻ അഥവാ സമയനിർണ്ണയം അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം മോഡൽ എക്സാം ആണ്. നിങ്ങളുടെ ചങ്സ് അല്ലാത്തവരും ഒരുപാട് ആളുകൾക്ക് ടൈം കാൽക്കുലേഷൻ അറിയാത്തവരുണ്ടാവില്ലേ അവർക്കൊക്കെ എന്ത് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഗ്രീനിച്ച് ടൈം തന്ന് നിങ്ങളോട് ടൈം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം തമ്മിലുള്ള വ്യത്യാസം കാണാൻ അതിനോട് 4 കൊണ്ട് ഗുണിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് സെറ്റ് ആക്കുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടോ. എ ക്രിക്കറ്റ് മാച്ച് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ഈസ് പ്ലേയിങ് അറ്റ് ഇംഗ്ലണ്ട് അറ്റ് 8 AM ആൻഡ് വാട്ട് ടൈം ഇറ്റ് വിൽ ബി ടെലികാസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മത്സരം ഇംഗ്ലണ്ടിൽ രാവിലെ 8 മണിക്ക് നടക്കുന്നു. അത് ഇന്ത്യയിൽ ഏത് സമയത്താണ് സംപ്രേഷണം ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എന്താണ് ഇംഗ്ലണ്ടിൽ ഒരു കളി 8 മണിക്ക് നടക്കുന്നു. ആ കളി ക്രിക്കറ്റ് മത്സരം എത്ര മണിക്കാണ് ഇന്ത്യയിൽ ടെലികാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം എത്ര ഗ്രീൻവിച്ച് ആട്ടോ. ശ്രദ്ധിക്കണം ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഏതാടാ ഗ്രീൻവിച്ച് ആട്ടോ. ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഇംഗ്ലണ്ടിൻ്റെ മാനക രേഖാംശം പറഞ്ഞാൽ ഏതാണ് ഗ്രീൻവിച്ച് രേഖയാണ്. എത്ര ഡിഗ്രിയാണ് 0 ഡിഗ്രി. ഇനി ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാടാ 82.5 ഡിഗ്രി ഈസ്റ്റിലെ 82 ഡിഗ്രി കിഴക്കാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴേ ഓർത്തു വെച്ചോ ഇന്ത്യയും ഇംഗ്ലണ്ടും അല്ലെങ്കിൽ ഇന്ത്യയും ഗ്രീൻവിച്ചും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാടാ +5:30. ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കണം. നിങ്ങൾ നെഞ്ചാകെ നീയല്ലേ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ നെഞ്ചിനകത്ത് ലാലേട്ടനല്ല വേണ്ടത്. നിങ്ങളുടെ നെഞ്ചിനകത്ത് ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. എന്താണ് ഇന്ത്യയും ഗ്രീൻവിച്ചും അല്ലെങ്കിൽ ഗ്രീൻവിച്ചും ഇന്ത്യയും. ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞാൽ എന്താ ഇംഗ്ലണ്ടിൻ്റെ അല്ലെ ഇംഗ്ലണ്ട് ബ്രിട്ടൻ എന്നൊക്കെ പറയുന്ന രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ മാനക രേഖാംശമാണ് ഇത് ഗ്രീൻവിച്ച്. ശ്രദ്ധിക്കണേ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ അഥവാ മാനക രേഖാംശമാണ് ഇത് ഗ്രീൻവിച്ച് എന്ന് പറയുന്നത്. ആ ഇംഗ്ലണ്ടും ഗ്രീൻവിച്ചും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാടാ +5:30. എത്രയാണ് സമയ വ്യത്യാസം +5:30 ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. അതായത് ഗ്രീൻവിച്ചിലെ സമയത്തേക്കാളും 5.5 മണിക്കൂർ കൂടുതലായിരിക്കും ഇവിടുത്തെ സമയം ഇന്ത്യയിലെ സമയം. ശ്രദ്ധിക്കണേ ഗ്രീൻവിച്ച് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ ഇവിടുത്തെ സമയത്തേക്കാളും 5.5 മണിക്കൂർ മുന്നിലായിരിക്കും ആരുടെ സമയം ഇന്ത്യയിലെ സമയം. ശ്രദ്ധിക്കണേ ഗ്രീൻവിച്ച് ബ്രിട്ടൻ ഇംഗ്ലണ്ട് ഈ രാജ്യത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലായിരിക്കും അല്ലേ ആരുടെ സമയം ഇന്ത്യയുടെ സമയം. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തു വെക്കുക. അപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത് ഇംഗ്ലണ്ടിൽ ഒരു മത്സരം രാവിലെ 8 മണിക്ക് എന്ന് വെച്ചാൽ ഗ്രീനിച്ചിൻ്റെ ഭാഗത്തിലെ ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ അത്ര മാനക രേഖാംശം ഏതാ ഗ്രീനിച്ച് അഥവാ 0 ഡിഗ്രിയാണ്. അപ്പോൾ ഗ്രീനിച്ച് സമയം അതായത് 8 AM ആകുമ്പോൾ ഇന്ത്യയിൽ എത്ര മണിക്കാണ് കാണാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്രീനിച്ചിലെ സമയത്തോട് നമ്മൾ എന്ത് കൂട്ടണം 8 മണിയോട് നമ്മൾ എന്ത് കൂട്ടണം 5.5 മണിക്കൂർ കൂട്ടണമല്ലേ. കാരണം എന്താ ഈ 8 AM എന്ന് പറഞ്ഞാൽ അല്ലേ ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ മാനക രേഖാംശം ഏതാ 0 ഡിഗ്രിയിലെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ 0 ഡിഗ്രിയിലെ ടൈമാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇംഗ്ലണ്ട് അഥവാ ബ്രിട്ടൻ്റെ മാനക രേഖാംശം എന്ന് പറഞ്ഞാൽ ഏതാ ഗ്രീനിച്ച് രേഖയാണ്. ആ ഒരു കാര്യം ഓർത്ത് വെക്കണേ. ആ ഗ്രീനിച്ചും ഇന്ത്യയും തമ്മിലുള്ള സമയ വ്യത്യാസം എത്ര 5:30 ആണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഒരു മത്സരം നടക്കുമ്പോൾ ഇന്ത്യയിൽ എത്ര മണിക്കായിരിക്കും മത്സരം കാണുക നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ടൈമിനോട് എത്ര കൂട്ടണം 5.5 മണിക്കൂർ കൂട്ടണം. അപ്പോൾ എന്ന് വെച്ചാൽ എന്താ 13:30 എന്ന് പറഞ്ഞാൽ എന്താ 13:30 എന്ന് പറഞ്ഞാൽ എന്താടാ 13:30 എന്ന് പറഞ്ഞാൽ എന്താണ് 1:30 അല്ലേ 1:30 13:30 റെയിൽവേ ടൈമാണ്. 13:30 എന്ന് പറഞ്ഞാൽ എന്താ 1:30 PM ഉച്ചയ്ക്ക് 1:30 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ഇന്ത്യയിൽ ആ മത്സരം കാണാൻ പറ്റും. അപ്പോൾ ഇംഗ്ലണ്ടിൽ രാവിലെ 8 മണിക്ക് ഒരു മത്സരം നടക്കും. അത് ഇന്ത്യയിൽ എത്ര മണിക്കാണ് കാണുക 1:30 എന്ന് വെച്ചാൽ എന്താ ഇംഗ്ലണ്ടിലെ സമയത്തോട് നമ്മൾ എത്ര കൂട്ടണം 5.5 മണിക്കൂർ കൂട്ടണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം ഇംഗ്ലണ്ടിലെ ടൈമിനോട് നമ്മൾ എത്ര കൂട്ടണം 5.5 മണിക്കൂർ കൂട്ടണം. ഓക്കെ യെസ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താ
ഇഫ് ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് 11 AM, then what will be the time at ഗ്രീൻവിച്ച്? അല്ലെ, ഇന്ത്യയിലെ മാനക സമയം 11 മണിയാണെങ്കിൽ ഗ്രീൻവിച്ചിലെ സമയം എന്തായിരിക്കും? ക്വസ്റ്റ്യൻ എന്താ? ഇന്ത്യയിലെ ടൈമിൽ ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82 ഡിഗ്രി ഈസ്റ്റ് അഥവാ കിഴക്കാണ്. ഇന്ത്യയിലെ സമയം എത്രയാണ്? 11 AM ആണെങ്കിൽ ഗ്രീൻവിച്ചിലെ സമയം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ശ്രദ്ധിച്ചല്ലേ, ക്വസ്റ്റ്യൻ കണ്ടല്ലോ എന്താടാ? ഇഫ് ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് 11 AM, then what will be the time at ഗ്രീൻവിച്ച്? ഇന്ത്യയിലെ മാനക സമയം 11 AM ആണെങ്കിൽ ഗ്രീൻവിച്ചിലെ സമയം എന്തായിരിക്കും? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ സ്റ്റെപ്പാ. ഇന്ത്യയിലെ സമയം 11 AM ആണ്. ഇന്ത്യയും ഗ്രീൻവിച്ചും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാ? 5.5 മണിക്കൂർ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇന്ത്യയിലെ സമയം തന്നിട്ട് നിങ്ങളോട് ഗ്രീൻവിച്ചിലെ സമയം കാണാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇന്ത്യയിലെ സമയത്ത് നിന്ന് നമ്മൾ എത്ര മണിക്കൂർ കുറയ്ക്കണം? 5.5 മണിക്കൂർ കുറയ്ക്കണം അല്ലേ. നമ്മളോട് ഇന്ത്യയിലെ സമയം തന്നിട്ട് ഗ്രീൻവിച്ചിലെ ടൈം നമ്മളോട് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്ത്യയിലെ ടൈമിനോട് നമ്മൾ എന്ത് കുറയ്ക്കണം? 5.5 മണിക്കൂർ കുറയ്ക്കണം അല്ലേ. അപ്പോൾ ഇന്ത്യയിലെ ടൈമിനോട് നമ്മൾ എന്ത് ചെയ്യാണ്? 5.5 മണിക്കൂർ കുറയ്ക്കുമ്പോൾ 11 5 കുറച്ച് എത്രയാണ് കിട്ടുക? 11 5 കുറച്ച് എത്രയാണ് കിട്ടുക? 5:30 AM. ശ്രദ്ധിക്കണേ എത്ര കിട്ടുകടാ? എത്ര കിട്ടും? 5:30 AM എന്ന് കിട്ടും. ശ്രദ്ധിക്കണേ എത്രയാണ്? അപ്പോൾ ഇന്ത്യയിൽ രാവിലെ 11 മണിയാകുമ്പോൾ ഗ്രീൻവിച്ചിൽ എത്ര സമയമായിരിക്കും? 5:30 AM ആയിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക. കാരണം എന്താ? ഇന്ത്യയിലെ സമയത്തോട് 5.5 മണിക്കൂർ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രീൻവിച്ചിലെ ടൈം കിട്ടും. ഗ്രീൻവിച്ചിലെ സമയത്തോട് 5.5 മണിക്കൂർ കൂട്ടിയാൽ നമുക്ക് എവിടുത്തെ സമയം കിട്ടും? ഇന്ത്യയിലെ സമയം കിട്ടും. ഓർത്ത് വെക്കണേ, ഇന്ത്യയിലെ സമയത്തിൽ നിന്ന് 5.5 മണിക്കൂർ കുറച്ചാൽ നമുക്ക് എവിടുത്തെ സമയം കിട്ടും? ഗ്രീൻവിച്ചിലെ സമയം കിട്ടും. ഗ്രീൻവിച്ചിലെ സമയത്തോട് 5.5 മണിക്കൂർ കൂട്ടിയാൽ നമുക്ക് എവിടുത്തെ സമയം കിട്ടും? ഇന്ത്യയിലെ സമയം കിട്ടും. ഈ ഒരു കാര്യം പഠിച്ചു വെക്കണേ. ഇന്ത്യയിലെ സമയത്തോട് 5.5 മണിക്കൂർ കുറച്ചാൽ നമുക്ക് എവിടുത്തെ ടൈം കിട്ടും? ഗ്രീൻവിച്ചിലെ ടൈം കിട്ടും. ഗ്രീൻവിച്ചിലെ സമയത്തോട് 5.5 മണിക്കൂർ കൂട്ടിയാൽ നമുക്ക് എവിടുത്തെ സമയം കിട്ടും? ഇന്ത്യയിലെ ടൈം കിട്ടും അല്ലേ. ഗ്രീൻവിച്ച് ടൈം എന്ന് പറഞ്ഞാൽ എവിടുത്തെ ടൈമാ? ഇംഗ്ലണ്ട്, ബ്രിട്ടൻ, UK ഇവിടുത്തെ ടൈമിൻ്റെ ബേസ് ഏതാണ്? ഗ്രീൻവിച്ച് മെറിഡിയൻ ആണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്തൊരു ചോദിക്കുക? ടൈം കാൽക്കുലേഷന് ചോദിക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇത്രയും ഓർത്ത് വെക്കുക. ഇന്ത്യയും ഗ്രീൻവിച്ചും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? 5.5 മണിക്കൂറാണ്. ഇന്ത്യയിലെ സമയം തന്നിട്ടില്ല, ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്ന പോലെ ഇന്ത്യയിലെ സമയം തന്നിട്ട് ഗ്രീൻവിച്ചിലെ ടൈം കാണാൻ പറയാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇന്ത്യയിലെ ടൈമിനോട് 5.5 മണിക്കൂർ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഇനി ഇവിടെ നോക്കിക്കുക, നിങ്ങൾ ഗ്രീൻവിച്ചിലെ ടൈം തന്നിട്ട് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ടൈം തന്നിട്ട് അല്ലെങ്കിൽ ബ്രിട്ടനിലെ ടൈം തന്നിട്ട് ഇന്ത്യയിലെ ടൈം കാണാൻ പറയാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബ്രിട്ടൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ടൈമിനോട് എത്ര കൂട്ടുക? 5.5 മണിക്കൂർ കൂട്ടുക. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ന് വെച്ചാൽ നമുക്ക് ലൈവിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും മക്കളെ. ബായ് പറഞ്ഞു പോകണമെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ബായ് പറയാൻ പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ. നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്നത്തെ ലൈവിലേക്ക് നിങ്ങൾ ഫ്രണ്ട്സിനെ കൂട്ടി വരിക. നിങ്ങൾക്ക് എഡ്യൂപോണ്ട് പറയാനുള്ള കാര്യങ്ങൾ, സോഷ്യലുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. സോ ശരിക്കും ബായ്.